അല്ലെങ്കിൽ മുട്ട കട്ട്ലറ്റാണ് പറയുന്നത്. സിമ്പിൾ വീട്ടിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് അത് ജസ്റ്റ് ചുമ്മാ ഒരു ആദ്യമേ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് വെച്ചാൽ മതി, ഇതുണ്ടാക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ പുഴുങ്ങി വെച്ചേക്കുന്ന ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ നമുക്ക് കണ്ടിച്ച് അമ്മയാണെങ്കിൽ ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇട്ടപ്പോഴും ഇതാക്കിയായിരുന്നു. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ചമുളക്, സവാള, തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ കാണിക്കാം. അപ്പൊ ഞാൻ അപ്പുറത്തിട്ട് വെച്ച് കാണിക്കാൻ കാണാൻ പറ്റത്തില്ല. കണ്ടില്ലേ, നമ്മുടെ വെറൈറ്റി സാധനമാണ്. ഞാൻ ഇപ്പോൾ വരാം. ഒരു കാര്യം ചെയ്യട്ടെ. ഞാനാണെങ്കിൽ ഇതില്ലേ, ഇത് ഞാൻ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടോട്ട് വയ്ക്കാം. നമുക്ക് സാധനം ഉണ്ടാക്കാനാണ്. ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് സാധനം തരും. ഞാൻ ഇച്ചിരി നേരത്തെ കമ്മത്തി വയ്ക്കുവാണേ. ഇവിടെ കൊണ്ട് വെക്കാന്ന് അടുപ്പിലെടുത്ത് അമ്മ അപ്പോൾ ഉണ്ടാക്കാൻ അമ്മ ഉണ്ടാക്കുവാണ്. എന്നിട്ട് പിന്നെ നമുക്ക് ഓണാക്കി വെക്കാതെ അടുത്തത് ഇതിനകത്തോട്ട് വരണ്ട ഉപ്പാണ് ഇട്ടത്. വരണ്ട ഉപ്പല്ല, ഉള്ളി വരല. അമ്മ പറഞ്ഞത് വരണ്ട ഉപ്പെന്നാണ്. ചുമ്മാ ഉണ്ടാക്കാതെ പോയേ. അമ്മ വന്നിട്ട് മുട്ട നമുക്ക് നേരത്തെ എഗ്ഗ് ബുർഗി എന്നൊരു സാധനമുണ്ട്, ചിക്കിയതിങ്ങനെ മതി മുളകൊക്കെ ഇട്ടത്. അത് കഴിഞ്ഞ് നമുക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കത്തില്ലേ, അതുപോലെ നമുക്കൊന്ന് ആക്കിയെടുക്കണം. അതുപോലത്തെ നമ്മൾ കലക്കണം. എന്താ ഇതുപോലത്തെ ഇതാക്കണം. കണ്ടില്ലേ, ഇങ്ങനെ ആക്കണം. ഇപ്പോഴേ നമുക്ക് കുറേ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പം മണമൊക്കെ അടിച്ച് എന്ന് റീൽസായി ഇതെടുക്കുന്നതുകൊണ്ട് ഫോണിലോട്ട് മണം. ഗൈസ്, എനിക്ക് ഒരു പുഴുങ്ങിയത് പൊട്ടറ്റോ കിട്ടിയിട്ടുണ്ട് കഴിക്കാം. പുഴുങ്ങിയതാണ്. നല്ല ഇഷ്ടം.
നമ്മുടെ ചീനിയുടെ രീതിയിൽ അതാ ഗൈസ്. പുഴുങ്ങിയ പൊട്ടറ്റോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആവശ്യത്തിന് ഉപ്പ് ഇടണം. മസാലയും ചേർക്കാം. അടുത്തത് മസാലകളാണ്. ഗൈസ് ഞങ്ങൾ മഞ്ഞപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം. മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമല്ല. മല്ലിപ്പൊടി ഇടണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മല്ലിപ്പൊടി ഇട്ടാൽ മതി, ഇഷ്ടമുള്ള അത്രയും. ഞങ്ങൾ ഫുള്ളൊന്നും ഇടുവാണ്. അല്ല, ഇച്ചിരിയേ ഉള്ളായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇച്ചിരി അങ്ങിട്ട്. ചിക്കൻ മസാല, സാദാ മസാല, ഗരം മസാല, സോറി. ഇപ്പോഴേ മണം വരുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ പിന്നെയും അലക്കാൻ തുടങ്ങുവാണ്. അപ്പം നമ്മൾ പുഴുങ്ങിയ ഗൈസ് അങ്ങനെ ഇച്ചിരി വെളിച്ചെണ്ണ നേരത്തെ പറഞ്ഞ അത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മതി. എല്ലാം കൂടെ എന്നിട്ട് മിക്സ് ചെയ്യാം. നല്ല ഭംഗിയാണ് കാണാൻ. കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണ്ട ഒരു റെസിപ്പിയാണ്. നല്ല 1 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കാൻ വെക്കും. കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ. ഞാൻ ബ്രെഡ് കാണിക്കാം. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അത്ര എടുത്തോ. ബ്രെഡ് പൊടിക്കണം നമുക്ക് കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവരാം. ഉപ്പ് നോക്കുവാണ്. ഉപ്പില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഗായ്സ് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട്, പക്ഷേ ലൈക്ക് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം. നമുക്ക് എന്നിട്ട് നമുക്ക് 2 എണ്ണം എടുക്കാം, നമുക്ക് വേണ്ടത്രയും. എന്നിട്ട് 2 എണ്ണത്തിന് ഒരെണ്ണം നമ്മൾ മുറിച്ചിട്ട് പൊടിക്കാം. മിക്സിയിലിട്ട് ആക്കേണ്ടത് മിക്സി ഇല്ല.
മിക്സി ഇവിടെ ഇല്ല. മിക്സി അമ്മൂമ്മ എടുത്തോണ്ട് പോയി. ഗൈസ് അങ്ങനെ കൈ കൊണ്ട് പൊടിച്ചെടുക്കുവാണ്. അപ്പം മിക്സിയിലിട്ടാക്കിയാൽ നല്ലോണം ആവും. ഞാൻ സഹായിച്ചു. ഞാനും കൂടെ ആക്കാം. വേണ്ട, അത് പിടിച്ചോണ്ട് ഞാൻ പിടിച്ചോണ്ട് പിന്നെ ഒരു കൈയിട്ട് ആയിക്കൊണ്ടിരിക്കണം. മാറ്. മിക്സിയിലൊക്കെ ഇട്ടാക്കിയ നല്ലോണം പൊടിയും. നമ്മളിതെടുത്ത് മാറ്റണം. ഗ്യാസിൽ വെച്ചെന്നേ ഉള്ളു. ഗ്യാസ് അടുപ്പിൽ തീയില്ല. ഞങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇച്ചിരി വരണ്ട് വരുമ്പോഴാണ് മാറ്റേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഉരുളയാക്കണം. ബ്രെഡല്ല, ഇത് ഉരുളയാക്കാം. ചൂടുണ്ട്, പക്ഷേ നല്ല ചൂട് മാറിയിട്ടേ ആക്കാം. അവിടെ എല്ലാവരും ഭയങ്കര ചൂടോടെ എടുക്കണ്ട. നമ്മൾ എന്നിട്ട് പരത്തണം. ഇഷ്ടമുള്ള ആകൃതി, ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. നമുക്ക് നമുക്ക് ഒരു ഈ ഷേപ്പ് മതി. ബ്രെഡ് ഇവിടെ ബ്രെഡ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ബ്രെഡാണ്. രണ്ടാമത്തെ ഉരുള. നിങ്ങൾക്ക് വലുതോ ചെറുതോ ഉണ്ടാക്കാൻ നമ്മളിപ്പം ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങോട്ടിട്ട് അല്ല, ചിക്കൻ ഫ്രൈ പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വെളുത്തുള്ളി ഇടാം ഗൈസ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് വെളുത്തുള്ളിയും ഇടാം, ഇഞ്ചി ഇടാം. ഇഞ്ചി എല്ലാം വേണം, നമുക്കില്ലാത്തോണ്ടാണ്. ഞങ്ങളിവിടെ ഡാൻസ് പഠിക്കുന്ന ഒരു ടീച്ചർ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുട്ടയിൽ ഇത് മുക്കി വയ്ക്കണം. യുദ്ധം ഇതെടുത്തിട്ടേക്കാം. ഇങ്ങനെ നമ്മൾ പിന്നെയും കഴുകിയിട്ട് പാൻ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചതല്ല, നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ ഇതെടുത്ത് ഇങ്ങോട്ട് മുക്കിയിട്ട് ഈ സാധനം മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ബ്രെഡിലോട്ട് മുക്കി വയ്ക്കാം. ബ്രെഡിലോട്ട് നമുക്ക് ആക്കി വയ്ക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് എന്തുവാ പുറേന്ന് മാറ്റി കയ്യാതെ. നമുക്ക് പാൻ ഇല്ലാത്തവർ ഗ്യാസ് ഉപയോഗിക്കുക, ഗ്യാസ് ഇല്ലാത്തവർക്ക് ചെയ്യുക. നമുക്ക് അപ്പുറത്തോട്ട് പോവാം.
ഗൈസ് എല്ലാത്തിൻ്റെയും മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് അടിക്കാത്തൊരു രസമില്ല ഗൈസ്. നിങ്ങൾക്ക് മിക്സി ഉള്ളപ്പോൾ മിക്സിയിൽ അടിക്കണം എല്ലാം. മിക്സിയിൽ അടിക്കണം എല്ലാം. മിക്സി ഇപ്പം നമ്മുടെ കയ്യിലില്ല. അമ്മേനെ എടുത്തോണ്ട് പോയി ഗൈസ്. റൂമിൽ കൊണ്ടുപോയിരിക്കുന്നു ഗൈസ്. പറയുന്നില്ലേ ഗൈസ്? എന്നിട്ട് ഞങ്ങൾ ഷേപ്പൊക്കെ ആവണമെങ്കിൽ ചെയ്യാം. ഇച്ചിരി ബ്രെഡൊക്കെ നല്ലോണം വരാൻ വേണ്ടിയായിട്ട് നമ്മൾ ചെയ്യാം. അതിനകത്തും പറ്റണ്ടേ? ഇതിപ്പം നല്ലോണം പൊടിയാത്തോണ്ട് നല്ല മണം. പക്ഷെ നല്ല മണം. നമുക്ക് വറുത്തെടുക്കണ്ടേ? ഗൈസ് സൗണ്ട് കണ്ടില്ലേ? അമ്മൂമ്മ എടുത്തോണ്ട് റൂമിൽ പോയി. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇതെടുത്ത് ഇങ്ങോട്ട് ഇടണം. എല്ലാം ഭംഗിയാണ്. മുരിയുന്നുണ്ട് ഭയങ്കരമായിട്ട്. നല്ലോണം മുരിയണം. നല്ല രസമുണ്ട്. ഞങ്ങൾ സ്റ്റൗവിൻ്റെ ഒരു സൗണ്ട് കേൾക്കണോ? നിർത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കുന്നതല്ല. എണ്ണ കുറവാണ്. പിന്നെ എണ്ണ ഇച്ചിരിയും കൂടെ അതിൻ്റെ പുറത്തോടെ ഒഴിക്കണ്ട, വെളിയിൽ കൂടെ ഒഴിക്കണം. കുറച്ച് നേരം ഇരുന്നതാണ് ഞങ്ങൾ. സോ ക്യൂട്ട്. ആദ്യം വെച്ചത് നമ്മൾ എടുത്തിട്ട് തിരിച്ചിടണം. തിരിച്ചിട്ടപ്പോൾ വാവ് കറുമുറ. ഇനി എണ്ണ ഒഴിച്ചെടുക്കാം നമുക്ക്. അടുത്തത് എന്താക്കുന്നതെന്ന് വെച്ചാൽ അടുത്തത് നമുക്ക് കുറേ മറിച്ച് കൊടുക്കണം. മുരിഞ്ഞ് കഴിഞ്ഞല്ലോ ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. സ്ഥലമില്ല. നല്ലതാണ്. എനിക്ക് ഭയങ്കര കൊതി വരുവാണ്. പിന്നെ നമുക്ക് പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെള്ളിപ്പഴകളാടാം പകരാം വണ്ണം വിതറിയാതിൽ വെള്ളിപ്പറവകളാടാ എണ്ണ ഒഴിക്കണം ഗായ്സ്. നമ്മളിവിടെ പാട്ടിട്ടിട്ടുണ്ട്. ഡിസ്കോ 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 പാട്ടാണ്. പക്ഷെ നമുക്ക് കേൾക്കാക്കത്തില്ല.
ഗൈസ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണം. ഒന്നും രണ്ട് 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 മൂന്ന് രണ്ടും രണ്ടും നാല് നാലും നാലും എട്ട് എട്ടും 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 16. ഇങ്ങനെ വെക്കണം. വേവാത്ത സ്ഥലമൊക്കെ ഇങ്ങനെ വെക്കണം. കൊതി വരുവാണ്. പെട്ടെന്നുണ്ടാക്കുമ്പ ഫോട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്.